ഒരു കുഞ്ഞുവാവയൊക്കെ ഉണ്ടല്ലോ കയ്യില്. ഒരു കുഞ്ഞും വേറൊരു കുഞ്ഞും. ആ കുഞ്ഞിന്റെ കയ്യില് കുഞ്ഞുവാവ. ഹായ് ചേച്ചി. ഇത് ചേച്ചിയുടെ കുഞ്ഞാണോ? ആണോ? ഇതിന്റെ പേരെന്താ? കുട്ടുമണി. കുട്ടുമണി. കുട്ടുമണി പാർത്ഥിവല്ലേ? ഇതൊരു ഗേൾ കുട്ടുമണി. ഗേൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കേ കുട്ടി, എന്താണ് വിശേഷം? സുഖം. കഴിഞ്ഞ ദിവസം എന്തൊക്കെയായിരുന്നു നമ്മുടെ എപ്പിസോഡില്? അക്രോബാറ്റിക്സ് എന്തൊക്കെ കഴിവായിരുന്നു. അതാണ്, അതൊക്കെ കണ്ടിട്ട് അത് ഞാൻ ചെയ്യണം. പ്രാക്ടീസ് ചെയ്തതാണല്ലേ? അയ്യോ എന്തോന്നായിരുന്നു തലകുത്തി നിക്കുക? അയ്യോ ആണോ? ഞാൻ മിസ് ചെയ്തോ? ആ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുക. ഒന്നും കൂടെ കാണിച്ചു തരാം. അയ്യോ പിന്നെ വേണ്ട. നമുക്ക് വലിയ ഇഷ്ടമാണെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിച്ചാൽ മതി കേട്ടോ. എന്നാലും ഒരു ചെറിയൊരു ഇരുന്ന എങ്ങനെയായിരുന്നു കാണിച്ചു കൊടുത്തേ മിന്നൂട്ടിക്ക്? ഹീല കൂരിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഡിസ്ക്ലൈമർ താഴെ കൊടുക്കണം. തൻകുട്ടി എന്തോരം ടാലന്റ് ഉണ്ടെന്ന് അറിയാം. ഡാൻസ് ചെയ്യും, പിന്നെന്താ യോഗ ചെയ്യും, സ്ട്രെച്ചിങ്സ് ചെയ്യും. ഭയങ്കര സംഭവാ. അതെ. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വിശേഷം ഉണ്ടോ? നിങ്ങളെയൊക്കെ കുറിച്ചൊരു പാട്ട് ഞാൻ പാടും. ഫ്ലവേഴ്സിനെയൊക്കെ. ആരെയൊക്കെ കുറിച്ചാ? എല്ലാവരെയും. അതിപ്പോ പാടാൻ പോണ നമ്മളിപ്പോ പാടാൻ പോകുന്ന പാട്ട് പാടിയിട്ടാണോ അത് പാടുന്നത്? ആണോ ഇത് കഴിഞ്ഞിട്ടാ? എല്ലാം സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ, ഡിസിപ്ലിൻ ആണ്. കൃത്യമായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, അടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറ്റും. പ്ലാനിങ്ങിലാണല്ല. ഉണ്ണിയങ്കിളിന്റെ പാട്ട് ഞാൻ ക്ഷേത്രത്തിൽ കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു. ആണോ? ആറ്റുകാലല്ലേ? മോളെ യോഗ ഡെയിലി ചെയ്യോ? ആണോ? ഇത് ചെയ്യും, പിന്നെ ഇത് ചെയ്യും. ഏത്? ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും. ഓക്കെ. ആരാ ടീച്ചർ? ആരാ യോഗ ടീച്ചർ? എന്റെ സ്കൂളില് യോഗ ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ എനിക്ക് ഈ എക്സർസൈസ് ഒക്കെ പഠിപ്പിച്ചു തന്നു. അതേപോലെ അങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കണം, അത് പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ ടീച്ചറിനെ കാണിച്ചപ്പോ ടീച്ചർ ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോന്ന് പറഞ്ഞു. ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി അല്ലേ? കൊച്ചുങ്ങളുടെ അടുത്തും ഇത് ചെയ്യാൻ പറഞ്ഞു. മിടുക്കി മോളാണല്ലോ. ആറ്റുകാലിൽ വന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ വന്നിട്ട് സ്റ്റേജില്. അത് ഭയങ്കര തിരക്കായിരുന്നു. കണ്ടില്ല. കൊറേ നേരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോ ഓടി വന്നില്ലേ? വന്ന് സംസാരിച്ചു അല്ലേ? സംസാരിച്ചിരുന്നല്ലേ? കൊറേ പേര് വന്നോണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. എന്റെ ചങ്കയും ജംഗ്ലേ. ഞങ്ങളൊന്നും ചങ്കല്ലേ? പിന്നെ ഞങ്ങളെ വിളിച്ചില്ലല്ലോ. അപ്പൊ മധുമക്കളെ ചങ്കല്ല, ഉണ്ണിയങ്ങളും ചങ്കാണ്. ഇവിടെ ഉള്ളവരും ആര്യ ചേച്ചിയും ചങ്കാണ്. മീനൂട്ടിയോ? ഓ ഡബിൾ ചങ്ക്. ഡബിൾ ചങ്കാ. നമ്മുടെ ചങ്ക ഏതാണ് പാട്ട്? കിലുക്കാൻ ചെപ്പേ കിങ്ങിണി. കിലുക്കാൻ ചെപ്പേ കിങ്ങിണി. ചിരിക്കൊടുക്കയല്ലേ തേന്മണി. ചിത്തിര മുത്തേ സ്വത്തേ പൊന്മണി. ഇതാർക്ക് വേണ്ടിയാണ് പാടുന്നത്? കുട്ടുമണിക്ക് വേണ്ടിയാണ്. കുട്ടുമണി ഈ കുട്ടിക്ക് വേണ്ടി ആണോ? ഈ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടുന്നത്. എല്ലാ കുഞ്ഞാൾക്കും വേണ്ടി ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. ലോകത്തുള്ള എല്ലാ കുഞ്ഞാവമാർക്കും വേണ്ടിയുള്ള ഒരു പാട്ടാ ഇപ്പൊ വരാൻ പോകുന്നത്. കുഞ്ഞാവയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നോ? പല്ല് തേപ്പിച്ചോ വാവേ? ആണോ? പാപ്പം കൊടുത്തോ? ഓക്കെ. ചുണ്ടില് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു. അയ്യോ അതിന്റെ മുഖം മൊത്തം ലിപ്സ്റ്റിക്. ശരി, അപ്പൊ ഇഷ്ടംപോലെ ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചക്കര മുത്തം താതി
തുള്ളിത്തുള്ളാട്ടം ഉണ്ണിക്ക് ചാഞ്ചാട്ടം പഞ്ചാര പുഞ്ചിരി മുഞ്ചുള്ള മഞ്ചാടി ചുണ്ടത്ത് ചന്തമേ ചിന്തിനി കൊഞ്ചിനി കിലുകിലുക്കാം തെപ്പേ കിങ്ങിണി ചിരി കൊടുക്കേ എല്ലി തേൻമണി ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കര മുത്തം താനീ കൺമണി ഹേ കൊച്ചമ്മേ നിലത്തമ്മേ കോപമാരോടമ്മേ പൂമട്ടല്ലേ കൊഞ്ചും പിഞ്ചല്ലേ പാവം പാലൂട്ടമ്മേ ഹേ കൊച്ചമ്മേ നിലത്തമ്മേ കോപമാരോടമ്മേ പൂമട്ടല്ലേ കൊഞ്ചും പിഞ്ചല്ലേ പാവം പാലൂട്ടമ്മേ മുത്തുകുടം വായു മുക്കുകുടം വായു അന്നാരം പുന്നാരം കിന്നാരം പണനേരം തരം കുട്ടിവ പാലുടി താരാട്ടവ കുക്കുവ കിലുകിലുക്കാൻ ചെപ്പി കിങ്ങിണി ചിരി കൊടുക്കേ എല്ലി തേൻമണി ചിത്തിരമുത്തേ സ്വത്തി പൊന്മണി ചക്കര മുത്തം താനീ കൺമണി കണ്ണനും പറ്റാൻ നാനി മിന്നണി മാളിക വീട്ടിലെ മേലാപ്പിയമ്മയുടെ മഞ്ചതിൽ മിണി ചെല്ലമ്മി വാ കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി ചിരി കൊടുക്കേ അല്ലി തേൻമണി ചിത്തിരമുത്തേ സ്വത്തി പൊന്മണി ചക്കര മുത്തം താനീ കൺമണി കൊലുസ് തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്തുവന്ന പൂങ്കാറ്റേ കമ്മലിട്ട് കവിനെ ഒന്ന് തൊട്ട് കോണിൽ കൂടി കളിയാടാമോ. ഇത്തരത്തിൽ സെലിബ്രേഷനുള്ള റിതമിക് ആയിട്ടുള്ള സോങ്സ് പാടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ ട്രാക്കിൽ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. Flowers Top Singer Season 6 lead ചങ്കേ കുട്ടി എന്താ എന്ത് രസമായിട്ട് പാടണേ. താങ്ക് യു ആഹാ അവിടെ എന്താണ് എല്ലാം സെറ്റാക്കാണ്. എന്നിട്ട് ഇങ്ങനെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലിൽ നിൽക്കുക അല്ലേ? അതെ. ഫാഷൻ പരിപാടിയാണ് ആണോ? ഫാഷൻ കഴിഞ്ഞിട്ട് ആണോ? ഇങ്ങനെ മോഡലിംഗ് ആണ്. അതെ അതെ, ഇടയ്ക്കൂടെ അതൊക്കെ ഉണ്ട്. മോഡലിംഗ് ഉണ്ടോ? മോഡലിംഗ് ഉണ്ടോ? ഇടയ്ക്ക് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ നടക്കാറുണ്ടോ? ഫാഷൻ ഷോയിൽ നടക്കുന്ന പോലെ ഉണ്ടോ? അതെപ്പോഴായിരുന്നു? അതെങ്ങനെയാ അത്? അതൊക്കെ ചോദിക്കരുത്, അപ്പൊ തന്നെ നമ്മൾ കാണിക്കൂ. എല്ലാം പഠിച്ചു വെച്ചേക്കാ. Professionalism on scene. അതെ. ആ കഴിഞ്ഞോ? അത്ര ഉള്ളോ? ആ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതെ. മാത്രല്ല ആ കാലിങ്ങനെ വെക്കുന്ന അതെ 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 അതെ. അതെ. കൈ ഇങ്ങനെ കാണിക്കുന്നതും. കൈ ഇങ്ങനെ വെച്ച് കണ്ടോ? അതെ 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 അതെ. പ്രൊഫഷണലിസം ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. മീനും അതൊക്കെ പഠിക്കാൻ മീനും. അതെ. കൈ ഇങ്ങനെ വെച്ചാൽ അനു വലുതാകുമ്പോഴേ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവും കേട്ടോ. ഒരു അതെ, സംശയമില്ല. ഉറപ്പായിട്ടും. അതെ. ഞാൻ ഡോക്ടറാവും. ആഹാ. ഡോക്ടറാണ് അവനെ. ഡോക്ടറാണ് ആവേണ്ടത്. ആ ഡോക്ടർ, പാട്ടുകാരി, അതുപോലെ ഡാൻസുകാരി, മോഡൽ. All in all. All in all. Yes. മോഡൽ. എന്താ ചെയ്യാ, അല്ലേ? ഫാഷൻ ക്വീൻ അല്ലേ? ആ ആ കിങ്ങിണി പാടിയത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി അതാണ്. പിന്നെ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി ആ, ചിരി കൊടുക്കേ അല്ലി തേൻമണി
ആ അടുത്ത സംഗതി. ചിത്തിരമുത്തേ സ്വത്തി പൊന്മണി. ആ അടുത്തത്. ചക്കരമുത്തം താനീ കൺമണി. ആ അതാണ് സംഗതിയൊക്കെ. കണ്ണറുമ്പത്തൻ വാനി മിന്നണി. മാളിക വീട്ടിലെ മേലാത്തിയമ്മയുടെ മനസ്സത്തിൽ അഞ്ചത്തിലും മിണിച്ചല്ലമ്മ. ജിംക്ക് ചിക്ക കൊള്ളായിരുന്നു കേട്ടോ. ഭയങ്കര ടഫല്ലേ ജിംബ് ചിക്ക പാടാൻ? ഭയങ്കര ടഫല്ലേ? അങ്ങനെ ജിംബ് ചിക്ക എന്ന് പറഞ്ഞാ മതി. ജിംക്ക് ചിക്ക എന്ന് വെറുതെ പറഞ്ഞാൽ മതി. അച്ഛനാണോ അമ്മയാണോ ഈ പാട്ട് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചില്ല, ഞാൻ കേട്ട് പഠിച്ചു. തനിച്ച് പഠിച്ചോ? ആണോ? കൊള്ളാലോ. മധുചേട്ടൻ എന്താ പറയുന്നുള്ളൂ? ധനശ്രീ മുഖം നോക്കി വാൽ കണ്ണെഴുതു നീ. ധനശ്രീ കൊള്ളാൻ നല്ല ഉടുപ്പാണല്ലോ. ഇത് സ്കൂളിൽ യൂണിഫോം ആണോ? പിന്നെയോ? അവിടത്തെ അമ്മമ്മ എനിക്ക് മേടിച്ചു തന്നത്. കൊള്ളാട്ടോ. സൈഡിൽ എന്താ ഒരു ബാഡ്ജ് പോലെ? അപ്പുറത്തെ സൈഡ് ഇതാണോ? ആ അത് അതിലുള്ള ഒരു എഴുത്താത്. എഴുത്താണോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് ശരി, അത് കൊള്ളാലോ. അതും ഒരേ കളർ തന്നെയാണല്ലോ. ഇതിന്റെ കൂടെ ഉള്ളതാണോ ഉടുപ്പിന്റെ? ഇതിന്റെ കൂടെ ഉള്ളത് ഇവിടെ ഒരെണ്ണം കെട്ടാനും ഇത് ഒരെണ്ണം തലയിൽ കെട്ടാനും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പാടിയതാണെങ്കിൽ പറയാനുമില്ല. എന്ത് രസമായിട്ടാ പാടിയേ. ആ എനിക്ക് ഉണ്ണിക്ക് ചാഞ്ചാട്ടം അല്ലേ? അതെ, തുള്ളാട്ടവും ചാഞ്ചാട്ടവും. അതെ, അട്ടം കുറച്ച് കഴിഞ്ഞിട്ടാ പറഞ്ഞതല്ലേ? ആ അതെ, ആ അതാണ് പറഞ്ഞത്. ചാഞ്ചാട്ടം തുള്ളാട്ടം. കൊള്ളാം കൊള്ളാം, നൈസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മിടിക്കായിരുന്നു, നന്നായിട്ട് പാടി. മധുങ്കലിന് ഇഷ്ടപ്പെട്ടു. ആ നീ എന്തോ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയങ്കിള് പറഞ്ഞതിന് ശേഷം നമുക്ക് അത് കേൾക്കാം. ഓക്കെ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിനെ പാട്ട് പാടാൻ മുട്ടി നിൽക്കുക. അതിനുവേണ്ടി ഇങ്ങനെ. അതെ, ധനശ്രീ കുട്ടി എന്താ ഒരു സ്റ്റൈലിഷ് ഗേൾ ആണല്ലോ ധനശ്രീ കുട്ടി. അത് എന്തൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ മീനുകുട്ടി? അതെ അതെ, ഭയങ്കര സ്റ്റൈൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാ. ബ്യൂട്ടിഫുൾ സ്റ്റൈൽ ക്വീൻ, കോൺഫിഡന്റ് ആൻഡ് പ്ലസന്റ്. ത്രൂ ഔട്ട് ദ സോങ് നല്ല പ്ലസന്റ് ആയിരുന്നു. തിരിച്ച് വളരെ ഇതല്ല എന്ത് എന്നുള്ള മാതിരി അല്ലേ? ഗംഭീരമായിട്ട് പാടി മോളെ. ഒരു സ്ഥലത്ത് തെറ്റിക്കാതെ ഗംഭീരമായിട്ട് ആ സ്റ്റൈലും കീപ്പപ്പ് ചെയ്ത് അസലായി പാടി മോളെ കേട്ടോ. ഇപ്പൊ അടുത്ത പാട്ട് കേൾക്കാൻ റെഡി ആയിട്ട് ഇരിക്കാം നമ്മള്. ഓക്കെ, യെസ്. പക്ഷെ പാട്ടിന്റെ ഹൈലൈറ്റ് ജിങ്ക് ജിക്കയായിരുന്നു അല്ലേ? നമുക്ക് മൂന്നാൾക്കും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ? സമ്മതിക്കണല്ലേ ഞങ്ങളെ? ഓ പിന്നെ എന്തൊരു ബുദ്ധിമുട്ട് അറിയാം. ഏറ്റവും ടഫ് അതായിരുന്നു ഈ പാട്ട്. ജിങ്ക് ചിക്ക. ഓ എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇവിടെ വന്ന് നിക്കുക. പറഞ്ഞേ മീനൂട്ടി. ജിങ്ക് ചിക്ക സരിഗമ പദ്ധതി ഇന്നലെ കുറച്ചൊക്കെ പറഞ്ഞേ. ശരി, ഒരിക്കലും ഇല്ല. പാട്ട് കേൾക്കണ്ടേ? അത് ഏത് പാട്ടാ? അതാ മെയിൻ പാട്ട്. ഫ്ലവേഴ്സിന്റെ ആണോ? കേക്കട്ടെ കേക്കട്ടെ. ഒന്ന് മിന്നിച്ചോളണേ. ഒന്ന് മിന്നിച്ചോളന്ന്. ഒന്ന് മിന്നിച്ചോളണേ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. കോവളങ്കാരിയും അമ്മതൻ ഭാവയും അച്ഛന്റെ സുന്ദര സ്വപ്നം ഞാൻ. കോവളങ്കാരിയും അമ്മതൻ ഭാവയും അച്ഛന്റെ സുന്ദര സ്വപ്നം ഞാൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. മിന്നിക്ക് മിന്നിക്ക്. ഒരു പൂജ ജസ്റ്റ് റൂമേഴ്സ് അങ്കിൾമാരും സുന്ദരി അവതാരിക ഓർക്കസ്ട്രാങ്കിൾമാരുടെ അനുഗ്രഹത്താലെന്നും നന്നായി പാടാൻ കഴിയുമല്ലോ. സൂപ്പർ ഡയറക്ടർ, സൂപ്പർ പ്രൊഡ്യൂസർ
ആഹാ. സൂപ്പർ ക്യാമറ, സൂപ്പർ എഡിറ്റിംഗും സൂപ്പർ സൗണ്ടിങ്ങും സൂപ്പർ മേക്കപ്പും സൂപ്പർ പ്രൊഡക്ഷനും സൂപ്പർ ഫ്ലോറുമല്ലോ. നന്ദി നന്ദി ആഹാ. ഫ്ലവേഴ്സ് ചാനലിനു നന്ദി. സാരിഗപ നിഗപനി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീനാഥ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 സിക്സിൽ. ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീനാഥ്. ആഹാ, ആഹാ. സൂപ്പർ സൂപ്പർ. ഇത് ആരുടെ ഐഡിയ മോളെ? അതെ, ഇത് ആരാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചേ? ആരുടെ ഐഡിയ ആണത്? ഈ വരികൾ ആ, ഇതിന്റെ വരികളും music, ഇത് സംഗീതവും. കാര്യമായിരുന്നു. അച്ഛനാ? അച്ഛൻ അച്ഛനാ, മുഖം വരികളച്ഛൻ, കണ്ടപ്പോഴേ സംഗീതമച്ഛൻ. തോന്നി. അച്ഛൻ നമസ്കാരം. അതെ. ഹംസധ്വനിയിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അതെ. അവസാനം സ്വരമൊക്കെ ഉണ്ടല്ലോ. സരിഗപ റിഗപനി. സാരിഗപ ദിഗപനി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ൽ ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ കുട്ടി. ശ്വാസം ഇത്രയും ശ്വാസമുള്ള ഇത്രയും ഗംഭീരമായിട്ട് പാടുന്ന നമ്മുടെ ധനശ്രീ കുട്ടിക്ക് നമ്മുടെ താനൂര പോരട്ടെ ഒരു മധുര മഴ. അതാ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ആ, എന്നാ ടാറ്റ, ബൈ ബൈ. ബൈ. ഈ ഭാവേനെ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് കൊടുക്കട്ടെ.